നമുക്ക് ഇന്ത്യയിൽ ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ലഭിക്കാൻ നമുക്ക് മിനിമം റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ആ കാൻഡിഡേറ്റ് 18 വയസ്സ് തികഞ്ഞിരിക്കണം. അതുകൂടാതെ ആളുടെ 12th സ്റ്റാൻഡേർഡിൽ ഫിസിക്സ് ആൻഡ് മാത്സ് നിർബന്ധമാണ്. അതുകൂടാതെ ഇപ്പോൾ ചില എയർലൈൻസ് ഇപ്പോൾ സെലക്ഷന് വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഫിസിക്സ്, മാത്സ് ആൻഡ് ഇംഗ്ലീഷിൽ മിനിമം 50% മാർക്സാണ് അവർ നോക്കുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാൻഡിഡേറ്റിൻ്റെ മെഡിക്കൽ ഫിറ്റ്നസ്. അതിന് DGC റിക്വയർമെൻറ്റ് പ്രകാരം ക്ലാസ് 2 ആൻഡ് ക്ലാസ് 1 ആണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നമ്മൾ ഏവിയേഷൻ കരിയറിലോട്ട് സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ക്ലാസ് 2 മെഡിക്കൽസ് എടുത്ത് വയ്ക്കുന്നത് നന്നാവും. അതെടുക്കാനായി നമ്മൾ DGC വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൽ DGC അപ്രൂവ് ചെയ്ത പല ഡോക്ടർമാരെ കാണും. അത് നമ്മളുടെ സ്റ്റേറ്റിലുണ്ട്, അടുത്ത സ്റ്റേറ്റ്സിലുണ്ടാവും. അതിലേറ്റവും നമുക്ക് കൺവീനിയൻ്റ് ആയൊരു ഡോക്ടറെ കണ്ട് കുറച്ച് ചെക്കപ്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലാസ് 2 ലഭ്യമാവും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ ഫ്ലൈയിങ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിർബന്ധമായും ക്ലാസ് 1 മെഡിക്കൽ എടുത്ത് വയ്ക്കുകയാണ്. കാരണം ഫ്ലൈറ്റ് ട്രെയിനിങ് വളരെ എക്സ്പെൻസീവ് ആണ്. മെഡിക്കൽ വാലിഡ് അല്ലെങ്കിൽ ഇതെല്ലാം വെറുതെയാവും. ഇനി എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ DGC റിക്വയർമെൻറ്റ് പ്രകാരം നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് 6 എക്സാമാണ്. എയർ റെഗുലേഷൻ, എയർ നാവിഗേഷൻ, ഏവിയേഷൻ മെട്രോളജി, ടെക്നിക്കൽ ജനറൽ ആൻഡ് ടെക്നിക്കൽ സ്പെസിഫിക്. അതോടൊപ്പം റേഡിയോ ടെലിഫോൺ റെസ്ട്രിക്റ്റഡ് അഥവാ RTR എന്നൊരു ലൈസൻസും കൂടി നമ്മൾ എടുക്കണം. ഇനി നമ്മൾ ഇന്ത്യക്ക് പുറത്താണ് ഫ്ലൈറ്റ് ട്രെയിനിങ് ചെയ്യുന്നതെങ്കിൽ നമ്മളിതിൽ പറഞ്ഞ ടെക്നിക്കൽ ജനറൽ, ടെക്നിക്കൽ സ്പെസിഫിക് എന്ന എക്സാം കൊടുക്കേണ്ടതില്ല. ഈ പറഞ്ഞ എക്സാംസ് ക്ലിയർ ചെയ്യാൻ ഒരു പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്ക് പഠിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്താൽ നിങ്ങൾ ചിലപ്പോൾ പാസ്സാവുമായിരിക്കാം. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഏവിയേഷൻ നോളജ് സ്ട്രോങ് ആകണം. കാരണം നമുക്കത് എപ്പോഴും ആവശ്യമുള്ള കാര്യങ്ങളാണ്. അതിനായി നമ്മൾ നല്ല ഇൻസ്ട്രക്ടേഴ്സ് ഉള്ള ഒരു നല്ല അക്കാഡമി കണ്ടുപിടിച്ച് അതിന് സമയമെടുത്ത് തന്നെ നിങ്ങൾ കണ്ടുപിടിച്ച് അതിലോട്ട് ജോയിൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഗ്രൗണ്ട് ക്ലാസ് കഴിയുമ്പോഴേക്കും നമ്മൾ പിന്നെ ആലോചിക്കേണ്ടത് എവിടുന്ന് ഫ്ലൈറ്റ് ട്രെയിനിങ് എടുക്കണമെന്നാവും. നമുക്ക് ഇന്ത്യയിൽ നിന്നാവാം, അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകാം. US, ന്യൂസിലൻഡ്, സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ എന്നുള്ളതൊക്കെ നല്ല ഓപ്ഷൻസ് ആയിരിക്കും. യൂഷ്വലി ഫ്ലൈറ്റ് ട്രെയിനിങ്ങിന് നമ്മൾ 200 അവേഴ്സാണ് ഫ്ലൈ ചെയ്യേണ്ടത്. ഇന്നിപ്പോൾ നമ്മൾ വിദേശത്താണെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ 10-20 മണിക്കൂർ നമ്മൾ എക്സീഡ് ചെയ്ത് ഫ്ലൈ ചെയ്യേണ്ടി വരും. വിദേശത്തു നിന്നാണ് നമ്മൾ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് എടുക്കുന്നതെങ്കിൽ നമ്മൾ തിരിച്ചു വന്ന് ഫ്ലൈറ്റ് ലൈസൻസ് കൺവേർഷൻ എന്നൊരു പ്രോസസ്സ് കൂടി ചെയ്യാനുണ്ട്. അതിനായി നമ്മൾ ഏകദേശം ഒരു 10 മണിക്കൂർ ഫ്ലൈ ചെയ്ത് ലൈസൻസ് കൺവേർഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞ എല്ലാ പ്രോസസ്സ് കഴിഞ്ഞ് ഇന്ത്യൻ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ലഭിക്കാൻ വേണ്ടി ഐഡിയലി 24 to 36 months എടുക്കാറുണ്ട്.